ഗൾഫ് മാധ്യമം അൽ കബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് തയ്യാറാക്കിയ ഹജ്ജ് ഗൈഡ് ജിദ്ദയിൽ പ്രകാശനം ചെയ്തു. ഷറഫിയ അൽ കബീർ മെഡിക്കൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഒഡെപെക് ചെയർമാനും KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റുമായ KP മുഹമ്മദ് കുട്ടിക്ക് കോപ്പി നൽകി അൽ കബീർ മെഡിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ആലുങ്കൽ ഗൈഡിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ഹജ്ജിന്റെ ചൈതന്യവും ചടങ്ങുകളും ഹ്രസ്വമായി വിവരിക്കുന്ന ഹജ്ജ് ഗൈഡിൽ ഹാജിമാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഫോൺ നമ്പറുകളും അത്യാവശ്യ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അബുദാബി ഇത്തിഹാദ് എയർവേസുമായി $330 ദശലക്ഷം കരാറുണ്ടാക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. തീരുമാനം യാത്രക്കാർക്ക് വളരെയധികം സഹായകരമാവുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി അജിത് സിംഗ് പറഞ്ഞു. ഇതിനെതിരെ നിരവധി പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ കരാറിന് അംഗീകാരം നൽകിക്കഴിഞ്ഞെന്നും അജിത് സിംഗ് അറിയിച്ചു. 2012 സെപ്റ്റംബറിൽ വിദേശ വിമാന സർവീസുകൾക്ക് 49% വരെ നിക്ഷേപമാകാം എന്ന നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ 24% ഓഹരി നൽകാൻ ഇത്തിഹാദ് കമ്പനി തയ്യാറായിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് ഇടപാട് ഇത്രയേറെ നീട്ടേണ്ടി വന്നതെന്നും അജിത് സിംഗ് പറഞ്ഞു. देखो मैकेनिज्म तो वही है, जो भी रेगुलेटरी एजेंसीज हैं उसको क्लियर करना था. जो लोगों ने शोर मचाया कि ये हो गया वो हो गया, रेगुलेटरी एजेंसी तो क्लियर करना ही था. जो इश्यूज थे रिजॉल्व होने ही थे, वो तो जो भी इश्यूज उठाए गए थे वो क्लियर हो गया और आज CCA ने उसको मंजूरी दे दी. I think it's good for the passengers, it's good for the civil aviation sector. 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ തീയതി മാറ്റുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ഫിഫ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. തീയതി മാറ്റം ചർച്ച ചെയ്യാനാണ് സൂറിച്ചിൽ യോഗം ചേർന്നത്. 2014 ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ പറഞ്ഞു. ഖത്തർ ലോകകപ്പിന്റെ തീയതി മാറ്റം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. ഇതോടെ പ്രത്യേക സമിതിയെ നിശ്ചയിച്ച് വിഷയം പഠിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രത്യേക സമിതി ആരോഗ്യ വിദഗ്ധർ, സംരക്ഷണാവകാശം നേടിയ ടെലിവിഷൻ ചാനലുകൾ, മത്സരത്തിന്റെ സ്പോൺസർമാർ, പ്രമുഖ യൂറോപ്യൻ ലീഗ് സംഘാടകർ എന്നിവരുമായി ആശയവിനിമയം നടത്തും. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം ഖലീഫയായിരിക്കും പ്രത്യേകം സംഘത്തെ നയിക്കുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചീഫ് എക്സിക്യൂട്ടീവ് റിച്ചാർഡ് ഷുഡോമോറും സംഘത്തിലുണ്ടാകുമെന്നാണ് സൂചന. ഖത്തറിലെ സ്റ്റേഡിയം നിർമ്മാണം സംബന്ധിച്ച് ദി ഗാർഡിയൻ ദിനപത്രത്തിന്റെ റിപ്പോർട്ട് തങ്ങൾ അവഗണിക്കുന്നില്ലെങ്കിലും വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ ഫിഫയ്ക്കാവില്ലെന്ന് ചെയർമാൻ സെപ്പ് ബ്ലാറ്റർ പറഞ്ഞു. We cannot make a decision without having consulted our partners. It is impossible. It is impossible. റമീസ് ചാത്യാറ, മീഡിയ 1, ഖത്തർ. അതേസമയം ഖത്തർ ലോകകപ്പ് സംബന്ധിച്ച വിവാദം പ്രകൃതി തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഫിഫ തീരുമാനത്തോടുള്ള ചെൽസി മാനേജർ ജോസ് മൗറിഞ്ഞോയുടെ പ്രതികരണം. 2022 ആകുമ്പോഴേക്കും കാലാവസ്ഥാ മാറ്റം മൂലം ജൂണിൽ തണുപ്പും ഡിസംബറിൽ ചൂടുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജോസ് മൗറിഞ്ഞ തമാശ രൂപേണ പറഞ്ഞു. വിവാദത്തിൽ താനിപ്പോൾ ഇടപെടുന്നില്ലെന്നും മൗറിഞ്ഞ കൂട്ടിച്ചേർത്തു. I see the headlines that I don't read. It's too far for me. I don't have time to think about that. We will adapt to the situation. I hope at that time, of course, I'm working in top football. I hope at that time I'm a club manager and not a national team manager, because that I don't like for the next. ഒമാനിൽ മൂങ്ങകളുടെ പുതിയ വംശത്തെ കണ്ടെത്തി. പക്ഷി നിരീക്ഷകനായ മാഗ്നസ് റോബാണ് ശാസ്ത്രത്തിന് പരിചയമില്ലാത്ത മൂങ്ങകളെ കണ്ടെത്തിയത്. വലിയ ടോണി മൂങ്ങകളേക്കാൾ വലിപ്പമുള്ള ഈ മൂങ്ങ സ്പീഷ്യസിന് ഒമാനി ഔൾ എന്നാണ് പേരിട്ടത്. ഒമാനിലെ ജബൽ അക്തർ പർവ്വതത്തിൽ പക്ഷികളുടെ ശബ്ദം പകർത്തുന്നതിനിടെ അവിചാരിതമായാണ് ഇവയെ കണ്ടത്. 40 വർഷത്തിന് ശേഷം ആദ്യമായാണ് അറബ് മേഖലയിൽ നിന്ന് പുതിയ മൂങ്ങ സ്പീഷീസിനെ കണ്ടെത്തുന്നത്. GCC റെയിൽ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാവുമെന്ന് ഖത്തർ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ജാസിം ബിൻ സെയ്ഫ് അൽ സുലൈത്തി വ്യക്തമാക്കി. മനാമയിൽ നടന്ന 17ാമത് GCC ട്രാൻസ്പോർട്ട് മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം റെയിൽ പദ്ധതിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. UAEയിലെ അൽ ഐനിൽ 6 ലക്ഷം ദിർഹം വിലയുള്ള വ്യാജ ഓട്ടോ പാർട്സ് പിടിച്ചെടുത്തു. അബുദാബി കൊമേഴ്സ്യൽ പ്രൊട്ടക്ഷൻ സെക്ഷൻ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് 2030 വ്യാജ ഓട്ടോ പാർട്സുകൾ പിടിച്ചെടുത്തത്. ടയറുകളും മറ്റ് വാഹനങ്ങളുടെ പാർട്സുകളുമാണ് പ്രധാനമായും പിടിച്ചെടുത്തവയിൽ. അൽ ഐനിലെ 40ഓളം ഷോപ്പുകളിൽ നടന്ന പരിശോധനയിലാണ് ഇത്രയും തുക വരുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ബഹ്റൈൻ ഭരണാധികാരി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഈജിപ്ത് സന്ദർശനം ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം
ശക്തമാക്കാനുമാണ് സന്ദർശനം. കെയ്റോ എയർപോർട്ടിലെത്തിയ രാജാവിനെയും സംഘത്തെയും ഈജിപ്ത് പ്രധാനമന്ത്രി ഡോക്ടർ ഹാസിം ബബ്ലാവി, ഈജിപ്തിലെ ബഹ്റൈൻ അംബാസഡർ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഈജിപ്ത് പ്രസിഡന്റ് അദ്ലി മൻസൂറുമായി കെയ്റോയിലെ യൂണിറ്റി കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ പേരിൽ റിയാദിൽ നിർമ്മിച്ച കൂറ്റൻ വിനോദ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആഴ്ചയിൽ 6 ദിവസം പാർക്കിൽ സന്ദർശനം അനുവദിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. അറബ് സംഗീതത്തിന്റെയും ലേസർ ലൈറ്റുകളുടെയും അകമ്പടിയോടെയുള്ള സംഗീത ജലധാര, വിശാലമായ കൃത്രിമ തടാകം, കുട്ടികൾക്കായി അനേകം വിനോദ പരിപാടികൾ. മലസ് വില്ലേജിലെ കിങ് ഫൈസൽ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള വിനോദ പാർക്കിന് പ്രത്യേകതകൾ ഏറെയാണ്. റിയാദ് ഗവർണർ ഖാലിദ് ബിൻ ബന്ദറാണ് 3,18,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മിച്ച കിങ് അബ്ദുള്ള പാർക്ക് റിയാദ് നിവാസികൾക്ക് തുറന്നുകൊടുത്തത്. ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ സമ്മാനമാണിതെന്നും ആഴ്ചയിൽ 5 ദിവസം കുടുംബങ്ങൾക്കും 2 ദിവസം യുവാക്കൾക്കുമായി പാർക്കിൽ സന്ദർശനം അനുവദിക്കുമെന്നും റിയാദ് നഗരസഭ ലാൻഡ്സ്കേപ്പ് ജനറൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽ സുലൈമാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. King Abdullah Park is opened as gift from King Abdullah to Riyadh citizen. Tuesday and Thursday and Friday and Saturday for families, and Monday and Wednesday for guys. വാരാന്ത്യ അവധി ദിവസങ്ങളിലും ആഘോഷവേളകളിലും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി പാർക്കിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ ഏറ്റവും വലിയ പൊതുപാർക്കായ ഇവിടേക്ക് ആയിരങ്ങളാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഇനി വാരാന്ത്യ അവധി ദിവസങ്ങൾ ഇവിടെ സജീവമാകും. റിയാദിലെ കിങ് അബ്ദുള്ള പാർക്കിൽ നിന്നും KCM അബ്ദുള്ള, മീഡിയ വൺ. ഈജിപ്ത് ഭരണകൂടത്തിന് കുവൈത്തിന്റെ സാമ്പത്തിക സഹായം വീണ്ടും. നേരത്തെ വാഗ്ദാനം ചെയ്യുകയും പകുതി നൽകുകയും ചെയ്ത $400 കോടി പുറമെയാണ് ഇപ്പോൾ റെയിൽവേ നിർമ്മാണത്തിന് 3 കോടി ദിനാർ വീണ്ടും നൽകി കുവൈത്ത് ഈജിപ്ത് ഭരണകൂടത്തെ സഹായിച്ചിരിക്കുന്നത്. ബൻഹ, ഇസ്മായിലിയ, പോർട്ട് സെയ്ദ് സെക്ടറിലാണ് റെയിൽവേ പദ്ധതി. ഇതിന്റെ മുഴുവൻ ചെലവും കുവൈത്താണ് വഹിക്കുന്നത്. ഇത് സംബന്ധിച്ച കരാറിൽ കുവൈത്ത് ഫണ്ട് ഫോർ അറബ് എക്കണോമിക് ഡെവലപ്മെന്റ് ഡയറക്ടർ ജനറൽ അബ്ദുൽ വഹാബ് അൽ ബദറും ഈജിപ്ത് ഉപപ്രധാനമന്ത്രിയും അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ സയ്യിദ് ബഹാഉദ്ദീനും ഒപ്പുവെച്ചു. ഈജിപ്ത് നാഷണൽ അതോറിറ്റി ഫോർ റെയിൽവേസ് എഞ്ചിനീയർ ഹുസൈൻ സക്കരിയയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഈജിപ്തിലെ മുർസി ഭരണകൂടത്തെ പുറത്താക്കി സൈന്യത്തിന്റെ ആശീർവാദത്തോടെ പുതിയ സർക്കാർ നിലവിൽ വന്നയുടനെ കുവൈറ്റ്, സൗദി അറേബ്യ, UAE സർക്കാരുകൾ $400 കോടി വീതം വാഗ്ദാനം ചെയ്തിരുന്നു. കുവൈറ്റ് സഹായത്തിന്റെ പകുതി $200 കോടി കൈപ്പറ്റിയതായി കഴിഞ്ഞയാഴ്ച ഈജിപ്ത് സെൻട്രൽ ബാങ്ക് ഗവർണർ ഹിഷാം റമീസ് വ്യക്തമാക്കിയിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ ദേശീയ സംവാദത്തിന്റെ തുടർ ചർച്ചാ സെഷൻ കഴിഞ്ഞ ദിവസം നടന്നു. ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ കക്ഷികളുടെയും ദേശീയ സഖ്യത്തിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു. തിരുവനന്തപുരം സ്വദേശി സുധാ മോഹനൻ മണിയൻ അജ്മാനിലെ ഖലീഫ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടു. 48 വയസ്സായിരുന്നു. അജ്മാനിൽ വീട്ടുജോലിക്കാരിയായിരുന്നു ഇവർ. സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ദുബൈ കടുത്ത ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് ദുബൈ പാർട്ണർഷിപ്പ് അജണ്ടയിൽ നടന്ന വിവിധ സെഷനുകൾ ആവർത്തിച്ചു. സാംസ്കാരിക മൂല്യങ്ങൾക്ക് പുറമെ കലാപരവും സാഹിത്യപരവുമായ മൂല്യങ്ങൾക്ക് വമ്പിച്ച പ്രാധാന്യമാണ് നൽകുന്നത്. വിദ്യാഭ്യാസത്തിൽ കലാ, സാഹിത്യം തുടങ്ങിയവയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണമെന്ന് എഴുത്തുകാരനും ഫെഡറൽ കൗൺസിൽ അംഗവുമായ ഡോക്ടർ മുഹമ്മദ് അൽ മൂർ ആവശ്യപ്പെട്ടു. 2010 ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. 13ാമത് ബൈറൂത്ത് ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. ലെബനാൻ സംവിധായകരുടേതുൾപ്പെടെ ലോകത്തെ മികച്ച സംവിധായകരുടെ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. അൽഫോൺസോ കുബോറോൺസിന്റെ ദ ഗ്രാവിറ്റി ആയിരുന്നു ഉദ്ഘാടന ചിത്രം. ചിത്രത്തിൽ ബഹിരാകാശ യാത്രികയുടെ റോളിൽ നടി സാന്ദ്ര ബുള്ളോക്കാണ് നായിക. ബഹിരാകാശ ദൗത്യത്തിന്റെ തലവനായി ജോർജ് ക്ലൂണിയും വേഷമിടുന്നു. ഇവരുടെ ബഹിരാകാശ താവളം ഒരു പഴഞ്ചൻ ഉപഗ്രഹമിടിച്ച് തകരുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ഇക്കുറി ഹൊറർ, വയലൻസ് ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മേളയിൽ കുട്ടികൾക്കായി പ്രത്യേക വിഭാഗവുമുണ്ട്. ഇതിൽ ഇന്ത്യൻ സംവിധായിക നിള മാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന ചിത്രവും ജർമ്മൻ ചിത്രമായ മൂൺമാനും പ്രദർശിപ്പിക്കും. പുതുമുഖ സംവിധായകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് മേള. സ്വന്തം നാട്ടിൽ തങ്ങളുടെ സിനിമകൾ സ്വീകാര്യമാവുന്നതിന്റെ സന്തോഷത്തിലാണ് ലബനീസ് സംവിധായകൻ വസാം തനിയൂസ്. വസാമിന്റെ ഡിപ്പാർച്ചർ എന്ന ചിത്രം മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓസ്കാർ നോമിനേഷൻ നേടിയ ഇമാദ് ബുർനാദിന്റെ പലസ്തീനി ചിത്രം 5 ബ്രോക്കൺ ക്യാമറാസ് മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. 10-ാം തീയതി മേള സമാപിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ.
ദോഹയിൽ 3 പുതിയ പാർക്കുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഖത്തർ മുനിസിപ്പാലിറ്റി വകുപ്പ് അറിയിച്ചു. സൗത്ത് മൊവൈത്തർ, അൽ മനാസിർ, ബൂസിദ്ര എന്നിവിടങ്ങളിലാണ് പുതിയ പാർക്കുകൾ. നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഖത്തർ ടൂറിസം അതോറിറ്റിയുടെ ബലിപ്പെരുന്നാൾ ഈ മാസം 15 മുതൽ ആഘോഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന തരത്തിലാണ് പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി സൈക്കിൾ സവാരി കരയിലൂടെ മാത്രമല്ല ജലത്തിലുമാകാം. വെള്ളത്തിന് മുകളിലൂടെ ഓടിക്കുന്ന സൈക്കിൾ കണ്ടെത്തിയിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ജുദാ ഷില്ലർ എന്ന യുവാവ്. പാലത്തിലൂടെ സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ലേ? വാട്ടർ ബൈക്ക് ഉപയോഗിക്കൂ. അതുപയോഗിച്ചാണ് ജുദാ ഷില്ലർ ഹഡ്സൺ നദി കടന്നത്. ഇതോടെ വെള്ളത്തിലൂടെ സൈക്കിൾ ഓടിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന ലോക റെക്കോർഡും ഷില്ലറിന് സ്വന്തം. സാൻ ഫ്രാൻസിസ്കോയിൽ വാട്ടർ ബൈക്കിനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന ബേസൈക്കിൾ പ്രൊജക്ട് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ഷില്ലർ. ഏത് തരത്തിലുള്ള സൈക്കിളിനെയും വാട്ടർ ബൈക്കാക്കി മാറ്റാമെന്നാണ് ഷില്ലർ പറയുന്നത്. Any bike in theory can go on this. The reality is the system that I'm riding was developed in the late 90s. Bikes have evolved considerably, to now 2014. Different size frames, different size forks. So that's what we're working on at Base Cycle Project, is to design something that really fits the needs of, bikes that we all use here in the United States. കാര്യം സൈക്കിളിലാണെങ്കിലും ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഒരു സുഖവും ഇതിനുണ്ടെന്നും ഷില്ലർ. ഗതാഗതക്കുരുക്കുകൾ സ്ഥിരം കാഴ്ചയായപ്പോഴാണ് ഇത്തരത്തിലൊന്നിനെപ്പറ്റി ചിന്തിച്ചതെന്നും ഷില്ലർ പറയുന്നു. ഇതിനെ ഒരു ഒളിമ്പിക് ഇനമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രൂപയ്ക്ക് വിലയിടിവ് തുടരുകയാണെങ്കിലും ഇന്ത്യയിലെ ആരോഗ്യ മേഖലയ്ക്ക് അത് നൽകുന്നത് പുതിയ ഉണർവാണ്. ഇന്ത്യൻ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ 25 മുതൽ 30% വരെ വർധനവാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ വിലയിടിവ് വിദേശ രാജ്യങ്ങളിലെ രോഗികൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ നല്ല ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളെ തേടി ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ അതുകൊണ്ട് തന്നെ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. The bottom line always is the cost. So when you're talking about comparing the cost of coming to India versus say going to the States, it is much cheaper here. 2010-ൽ ഇന്ത്യയിൽ ചികിത്സ തേടിയെത്തിയ ഒരു ഓസ്ട്രേലിയക്കാരന് $10,000 ചെലവ് വന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത് 7,000 കുറഞ്ഞിരിക്കുന്നുവെന്നാണ് അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പഠനത്തിൽ തെളിഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലാണ് പ്രധാനമായും വർധനവുണ്ടായിരിക്കുന്നത്. The patients who are coming in large number, particularly from the Middle East and Asian countries, they are paying nearly around 30 to 35% less. ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്രദേശങ്ങളും ഈ വിദേശികളെ ആകർഷിക്കുന്നു. ഇപ്പോൾ താജ്മഹലും ജയ്പൂർ കോട്ടയും കാണാനെത്തുന്നവരിൽ ഭൂരിഭാഗവും ചികിത്സ തേടി ഇന്ത്യയിലെത്തിയവരും അവരുടെ ബന്ധുക്കളുമാണ്. ഡൽഹിയിൽ മാത്രമല്ല പൂനെ, ചെന്നൈ, ബാംഗ്ലൂർ എന്നീ നാടുകളിലും വിദേശികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. കേരളത്തിലെ ആയുർവേദ ചികിത്സാരീതിയാണ് വിദേശികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തേജസ് ദിനപത്രം പൂട്ടാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് സർക്കാരിന്റെ നോട്ടീസ്. ദേശവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് നോട്ടീസ്. തേജസ് ദിനപത്രത്തിൽ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തെയും താൽപര്യത്തെയും അത്യന്തം ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകളും എഡിറ്റോറിയലുകളും ലേഖനങ്ങളും അച്ചടിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ മാസം 13-നാണ് തേജസിന് നോട്ടീസ് ലഭിക്കുന്നത്. എന്നാൽ നോട്ടീസിൽ സുരക്ഷാ ഭീഷണിയെ ബാധിക്കുന്ന ഏതുതരം എഡിറ്റോറിയലോ ലേഖനമോ ആണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് മാനേജിംഗ് എഡിറ്റർ പ്രൊഫസർ പി കോയ പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സാധൂകരിക്കുന്ന എന്ത് വാർത്തയാണ്, എന്ത് എഡിറ്റോറിയലാണ്, എന്ത് എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ് വന്നത് എന്ന് ഞങ്ങൾക്കൊന്ന് എഴുതി തരണം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെതായ വിശദീകരണങ്ങൾ നൽകും എന്ന് പറഞ്ഞു. നമ്മളൊന്ന് നിയമപരമായിട്ട് ഉള്ള ഫൈറ്റ് നമ്മൾ തുടരും. പിന്നെ രണ്ടാമത്തത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധമായി തേജസിൻ്റെ ഈ നിലപാട് വിശദീകരിക്കുന്ന, തേജസ്സിനെതിരായിട്ടുള്ള നീക്കങ്ങളോട് ഉള്ള പ്രതിഷേധം അറിയിക്കുന്ന കൺവെൻഷനുകൾ വിളിച്ചുകൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി സർക്കാർ പരസ്യങ്ങൾ തേജസ്സിന് നൽകുന്നില്ല. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. അതേസമയം നോട്ടീസിനെ പറ്റി അറിയില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഗവൺമെന്റിന്റെ ഒരു തലത്തിലും ഞാൻ